ബാങ്ക് എക്സാമിന് വേണ്ടി ഇരുന്ന് പഠിക്കുന്നവരായിരിക്കും നിങ്ങൾ എല്ലാവരും അല്ലേ? IBPS ക്ലർക്ക് നിങ്ങൾ എല്ലാവരും സ്വപ്നം കാണുന്ന, നിങ്ങൾ എല്ലാവരും പ്രതീക്ഷിക്കുന്ന ആ നോട്ടിഫിക്കേഷൻ എന്നാണ് എക്സാം നടക്കുന്നതെന്നുള്ള കാര്യങ്ങളൊക്കെ IBPS കലണ്ടർ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, ഔട്ട് ചെയ്തിട്ടുണ്ട്. അതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അപ്പൊ ഞാൻ എന്താണ് പറയാൻ പോകുന്നതെന്നല്ലേ, വേക്കൻസി. നമ്മളെല്ലാവരും പറയുന്നുണ്ട് 2025 നല്ല വേക്കൻസി ഉണ്ടാവും, വേക്കൻസി നന്നായിട്ട് ഇമ്പ്രൂവ് ആയിട്ടുണ്ട്, ഇനിയും കൂടുതൽ വേക്കൻസി വിളിക്കും എന്നെല്ലാം നമ്മൾ പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് എല്ലാവർക്കും സന്തോഷിക്കാനായിട്ടുള്ള ഒരു കാര്യം എന്താണ്, നമ്മളുടെ ഓൾ ഇന്ത്യ ബാങ്ക് എംപ്ലോയീസ് അസോസിയേഷൻ, അതായത് ബാങ്ക് എംപ്ലോയീസിന്റെ അസോസിയേഷന്റെ ഒരു സർക്കുലാറ് ജസ്റ്റ് അവരൊന്ന് അവരുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, ഒന്ന് ഇട്ടിട്ടുണ്ട്. അത് നമുക്ക് നല്ലൊരു ഗ്രീൻ സിഗ്നലാണ്, ഒരു സന്തോഷ വാർത്തയാണ്. എന്താണ് അവര് പറഞ്ഞിരിക്കുന്നത്, എന്താണ് റിവൈസ്ഡ് ചെയ്തിട്ടുണ്ട് അവരുടെ പ്രഷർ. കാരണം എന്താണ്, നമ്മളുടെ ഈ ബാങ്കിങ് എംപ്ലോയീസ് ഈ ജോലിക്കാരുടെ ഷോർട്ടേജ് കാരണം, അതായത് ബാങ്കിങ് യൂണിയനൊക്കെ എന്തിനാ, ജീവനക്കാരുടെ ക്ഷേമത്തിന് വേണ്ടി അല്ലേ. അപ്പൊ അവർക്ക് വർക്ക് ലോഡ് കൂടുതലാന്നാ പറയുന്നത്, എംപ്ലോയീസിന്റെ ഷോർട്ടേജ് ഉള്ള കാരണം. അപ്പൊ അവരുടെ എന്താണ് പ്രഷറൊക്കെ കാരണം നമ്മളുടെ IBPS ക്ലർക്ക്, ഈ വരാൻ പോകുന്ന IBPS ക്ലർക്കിന്റെ വേക്കൻസീസ് 11,830 11,830 വേക്കൻസീസ് ആയിട്ട് റിവൈസ് ചെയ്തിട്ടുണ്ട്. ഓരോ ബാങ്ക് വൈസ് കാര്യങ്ങളൊക്കെ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്തായാലും 12,000 വേക്കൻസീസ് നമുക്ക് എന്തായാലും പ്രതീക്ഷിക്കാം, 12,000 വേക്കൻസി. അപ്പൊ ഇത് എന്താണ്, ഇതേപോലെ തന്നെ വേക്കൻസി വരണം എന്നൊന്നും യാതൊരു നിർബന്ധവുമില്ല. ഇത് എന്താണ്, ഓൾ ഇന്ത്യ ബാങ്ക് എംപ്ലോയീസ് അസോസിയേഷന്റെ സർക്കുലറാണ്, IBPSന്റെ ഒന്നല്ല. പക്ഷെ അവർക്ക് എന്താണ്, സോഴ്സുകളിൽ നിന്നും കിട്ടിയ അറിവ് വെച്ചിട്ട് തന്നെയായിരിക്കും അവർ എന്ത് ചെയ്തിട്ടുണ്ടാവുക, ഇതേപോലെ ഒരു സർക്കുലർ ഇട്ടിട്ടുണ്ടാവുക. ഇതിൽ കൂടാം വേക്കൻസീസ് എന്ത് ചെയ്യാം, ഇതുവരെ നോട്ടിഫിക്കേഷൻ വന്നിട്ടില്ലല്ലോ, നോട്ടിഫിക്കേഷൻ വരുന്നത് വരെ വേക്കൻസീസ് എന്ത് ചെയ്യും, കൂട്ടിക്കൊണ്ടേയിരിക്കും. അപ്പൊ എന്തായാലും ഇത്ര വേക്കൻസി എന്തായാലും ഉണ്ടാവും, അതിൽ കൂടാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. അപ്പൊ നമുക്ക് വളരെ വലിയൊരു അവസരമാണ് നിങ്ങളുടെ എല്ലാം മുന്നിലുള്ളത്. വേക്കൻസീസ് ഒക്കെ അത്രയ്ക്ക് അധികം കൂടുതലാണ്. SBI ക്ലർക്കിനൊക്കെ നല്ല വേക്കൻസി ഉണ്ടായിരുന്നു കേരളത്തിലല്ലേ. അതേപോലെ തന്നെ ഈ വട്ടവും നല്ല ഓപ്പർച്യൂണിറ്റിയാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. അധികം സമയമൊന്നുമില്ല. കലണ്ടറൊക്കെ റിലീസ് ചെയ്തിട്ട് കുറച്ചധികം കാലഘട്ടമായി. ദാന്ന് പറഞ്ഞ് എന്ത് വരും, എക്സാം വരും. പെട്ടെന്ന് തന്നെ എന്ത് വരും, എക്സാം വരും, പ്രിലിമിനറി എക്സാം വരും. അപ്പൊ നിങ്ങൾ പഠിച്ചു തുടങ്ങിയിട്ടില്ല എന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് പഠിക്കുക എന്ന് പറയാൻ മാത്രമേ എനിക്ക് പറ്റുകയുള്ളൂ. നോട്ടിഫിക്കേഷൻ വന്നിട്ട് പഠിക്കാം എന്ന് ഒരുപാട് ആൾക്കാർ പറയുന്ന കേൾക്കുന്നുണ്ട്. വെറും തെറ്റിദ്ധാരണയാണ് മക്കളെ, ഒരിക്കലും നിങ്ങളെ കൊണ്ട് നടക്കില്ല. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. പഠിച്ചാൽ മാത്രം പോരാ, ഒരു കോമ്പറ്റേറ്റീവ് എക്സാം, അതായത് ബാങ്ക് എക്സാം എന്ന് പറഞ്ഞാൽ സ്പീഡ്, ആക്യുറസി എല്ലാം കൂടി നമുക്ക് വേണം. അതെല്ലാം ഇമ്പ്രൂവ് ചെയ്തെടുക്കണം. മെയിൻസിന് വേണ്ടി പഠിക്കണം. അപ്പൊ നോട്ടിഫിക്കേഷൻ വരുന്നത് വരെ കാത്തിരിക്കാതിരിക്കുക, നിങ്ങൾ പഠിക്കുക. എന്തായാലും നോട്ടിഫിക്കേഷൻ വരും, നല്ല വേക്കൻസി ഉണ്ടെന്നുള്ള കാര്യം ഉറപ്പായി. ഇനി എന്തിനാണ് നിങ്ങൾ മടിക്കുന്നത്? എത്രയും പെട്ടെന്ന് പഠിക്കുക. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് വിളിച്ചോ. 7736122215 നമ്മുടെ കൗൺസിലിംഗ് ടീമിന്റെ നമ്പറാണ്. എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് വിളിക്കാം. അപ്പൊ ഇനിയും പഠിച്ചു തുടങ്ങാത്ത ആൾക്കാരുണ്ടെങ്കിൽ സമയം കളയണ്ട. നല്ല വേക്കൻസി കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നല്ല ഉഷാറായിട്ടിരുന്ന് പഠിക്കുക. എല്ലാവർക്കും ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു.